കൊടകര കുഴൽപ്പണ കേസിൽ നിന്ന് BJP നേതാക്കളെ സംരക്ഷിക്കാൻ ED കള്ളക്കളി നടത്തുന്നുവെന്നാരോപിച്ച് CPM ചെർപ്പ് ഏരിയ കമ്മിറ്റി പ്രതിഷേധ യോഗം ചേർന്നു. ജില്ലാ കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ഏതാണ്ട് കത്തിനിന്ന സമയമായിരുന്നു 2020-21 കാലഘട്ടങ്ങളെല്ലാം എന്ന് നമുക്കറിയാവുന്നതാണ്. ഏതാണ്ട് ജനസാന്ദ്രത കുറഞ്ഞ ഒരു ഘട്ടത്തിൽ വാഹന ഗതാഗതമെല്ലാം തന്നെ പരിമിതപ്പെടുന്നതായിട്ടുള്ള ഘട്ടത്തിലെല്ലാം തന്നെയാണ് പോലീസിന്റെ ഒരു സാധാരണ പരിശോധനയിൽ ഏതാണ്ട് 4 കോടി രൂപയിലധികമായിക്കൊണ്ട് കൊടകര പ്രദേശത്ത് നിന്ന് BJPയുടെ ജില്ലയിലെ തന്നെ മുൻനിര നേതാക്കന്മാരും പ്രവർത്തകരും അടങ്ങിയ ആളുകളെ തൊണ്ടി മുതലോടെ കയ്യോടെ കേരള പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. യാതൊരു തെളിവുമില്ലാതെയല്ല BJPയുടെ നേതാക്കളെ കക്ഷി ചേർത്തത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 4 കോടി രൂപയിലധികം കള്ളപ്പണവുമായിക്കൊണ്ട് കുഴൽപ്പണവുമായിക്കൊണ്ട് ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായി കേരള പോലീസ് വിപുലമായ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് വരെ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ അടക്കം പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യമാണ് പിന്നീട് കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ കുഴൽപ്പണ കേസിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ ഈ പണത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നല്ല എന്നും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ കർണാടകയുടെ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് ഒരു മൾട്ടി സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് അന്തർ സംസ്ഥാന ബന്ധം ആരോപിക്കാവുന്നതും അതുപോലെ തന്നെ കുഴൽപ്പണവും കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അത് അന്വേഷിക്കുന്നതിന് കേരള പോലീസിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് കേരള പോലീസ് തന്നെ സ്വയം പറഞ്ഞുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സർക്കാർ ഈ കേസ് ശുപാർശ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, VG വനജകുമാരി, ചെർപ്പ് ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ എന്നിവർ സംസാരിച്ചു.